വിദ്യാസ് GST അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. GSTയിലെ GSTR4 അതായത് കോമ്പോസിഷൻ ഡീലേഴ്സിന്റെ ആനുവൽ റിട്ടേൺ. ഇത് എല്ലാ വർഷവും ഏപ്രിൽ 30 ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ അതിന്റെ ഒരു പ്രാക്ടിക്കൽ സെക്ഷനാണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ഇതൊരല്പം ലെങ്തി ആയി തോന്നാം, എന്നാലും ഓരോ ടേബിൾസും കൃത്യമായി ഫില്ല് ചെയ്ത് കാണിക്കേണ്ടതായിട്ടുള്ളത് പിന്നെ എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോ അവസാനം വരെ കാണുകയും ഇത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനായിട്ട് ആനുവൽ റിട്ടേണിന്റെ സബ്മിഷനായിട്ട് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പം നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ആദ്യം ഞാൻ ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ പോർട്ടലിലേക്ക് കടന്നു. നമ്മളുടെ റിട്ടേൺസ് ആനുവൽ റിട്ടേൺ GSTR4 നമുക്ക് 2023-24 ഇവിടെയാണ് കിടക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഇവിടെ GSTN, ട്രേഡ് നെയിം, ലീഗൽ നെയിം ഒക്കെ കഴിഞ്ഞ് മൂന്നാമത്തെ ടേബിളിൽ ആഗ്രിഗേറ്റ് ടേൺ ഓവർ ഓഫ് പ്രീവിയസ് ഫൈനാൻഷ്യൽ ഇയർ, അതായത് തൊട്ട് മുന്നത്തെ വർഷത്തെ പ്രീവിയസ് ഫൈനാൻഷ്യൽ ഇയറിലെ പിന്നെ ടേൺ ഓവർ ആണ്, ഔട്ട്വേർഡിന്റെ ടേൺ ഓവർ ആണ് ഇവിടെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അത് സേവ് ചെയ്യുക. അത് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് തെറ്റാതിരിക്കാനാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ലാസ്റ്റ് ഇയറിലെ ആനുവൽ റിട്ടേൺ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 22-23 ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്തത് ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൽ ഉള്ള ടേൺ ഓവർ 6,82,540 അതാണ് ഇവിടെ ഫില്ല് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. പ്രീവിയസ് ഇയറിലെ ടേൺ ഓവർ കൃത്യമായിട്ട് ആ ടേബിൾ 3 ഫില്ല് ചെയ്യാം. അപ്പം നമ്മൾ കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ ഫില്ല് ചെയ്തു, സേവ് ചെയ്തു. അടുത്ത് നമുക്ക് ഓരോ ടേബിൾ ആയിട്ട് നമുക്ക് നോക്കാം. ഇവിടെ 4A, 4B, 4C, 4D. അപ്പൊ ഈ ഇത്രയും ടേബിൾ, ഈ 4 ടേബിളുകളാണ് ഇൻവേർഡ് ഡീറ്റെയിൽസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. 4A ഇൻവേർഡ് സപ്ലൈസ് ഫ്രം രജിസ്റ്റേർഡ് സപ്ലയർ അതർ ദാൻ റിവേഴ്സ് ചാർജ്, അതായത് റിവേഴ്സ് ചാർജ് ഇല്ലാത്ത രജിസ്റ്റേർഡ് സപ്ലൈസിന്റെ പർച്ചേസ് ഡീറ്റെയിൽസ് ആണ് ഈ 4A വരുന്നത്. 4Bയിൽ രജിസ്റ്റേർഡ് സപ്ലൈസിന്റെ റിവേഴ്സ് ചാർജ് ഉള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. 4Cയിൽ അൺരജിസ്റ്റേർഡ് സപ്ലയറുടെ നിന്നുള്ള പർച്ചേസ് ഉണ്ടെങ്കിൽ അതവിടെ റിപ്പോർട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് ഇമ്പോർട്ട് ഓഫ് സർവീസ്, ഇത്രയും നമ്മൾ ഇൻവേർഡ് ഡീറ്റെയിൽസിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതാണ്. ഇതെല്ലാം നമുക്ക് നോക്കിയാൽ അറിയാം, മാൻഡേറ്ററി ഫീൽഡ് ആണ്. ടാക്സ് പെയർ ടു റിപ്പോർട്ട് എന്നിവിടെ അവർ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ കൃത്യമായും ഫില്ല് ചെയ്യേണ്ടതാണ്. അഞ്ചാമത്തെ ടേബിൾ സമ്മറി ഓഫ് CMP08, അതായത് ഇത് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്യുന്ന, നമ്മൾ 4 ക്വാർട്ടറിലായിട്ട് കൊടുക്കുന്ന ഔട്ട്വേർഡ് ഡീറ്റെയിൽസ് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരുന്ന ടേബിളാണ് ടേബിൾ 5. ടേബിൾ 6 ടാക്സ് റേറ്റ് വൈസ് ഉള്ള ഡീറ്റെയിൽസ് ആണ്. ടാക്സ് റേറ്റ് വൈസ് നമ്മളുടെ ടേൺ ഓവർ ഡിക്ലെയർ ചെയ്യേണ്ട മാൻഡേറ്ററി ഫീൽഡ് ആണ്. അപ്പൊ ഈ ഫീൽഡ് നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അത് കഴിഞ്ഞ് ഏഴാമത്തെ ടേബിൾ TDS, TCS ഉള്ള ആൾക്കാർക്ക് അത് ജനറേറ്റ് ചെയ്ത് വരുന്നത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ഓട്ടോ ഡ്രാഫ്റ്റഡ് ടേബിൾ ആണ്. ഈ 5 പോലെ തന്നെ TDS, ഇ കോമേഴ്സ് ഓപ്പറേറ്റർ പോലെയുള്ളവർ TDS, TCS അവർ ചെയ്തത് ഓട്ടോ ഡ്രാഫ്റ്റ് ചെയ്ത് വരുന്ന ടേബിൾ ആണ്. അപ്പൊ ഈ 4A, 4B, 4C, 4D, 5, 6, 7 ഇത്രയും ടേബിൾസ് ആണ് നമുക്ക് ആനുവൽ റിട്ടേൺ GSTR4 ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓരോ ടേബിൾ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇൻവേർഡ് സപ്ലൈസ് ഫ്രം രജിസ്റ്റേർഡ് സപ്ലയർ നോക്കാം. അപ്പൊ ഇത് നമ്മൾ ഇൻവോയ്സ് വൈസ് അല്ല കൊടുക്കേണ്ടത്, GSTN വൈസ് ആണ് നമ്മൾ ഇൻവേർഡ് ഡീറ്റെയിൽസ് രജിസ്റ്റേർഡ് ഡീലറിന്റെ നൽകേണ്ടത്. ഇവിടെ ഓൾമോസ്റ്റ് കുറെ ഡീറ്റെയിൽ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്.
അപ്പൊ നമുക്കിവിടെ ഒരു GSTN എങ്ങനെയാണ് ഇത് ടൈപ്പ് ചെയ്ത് കയറ്റുന്നതെന്ന് നോക്കാം. ഇവിടെ ആഡ് GSTN ടൈപ്പ് ചെയ്യുക. അപ്പോൾ അവിടെ ട്രേഡ് നെയിം ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരും. നമുക്കവിടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എത്രയാണ് ടാക്സബിൾ വാല്യൂ, റേറ്റ് ഓഫ് ടാക്സ് സെലക്ട് ചെയ്യുക, സെസ് ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സേവ് ചെയ്യുക. അപ്പൊ ഇത്രയും നമ്മൾ ഇൻവേർഡ് ഡീറ്റെയിൽസ് ഇങ്ങനെ ഓരോ GSTN വൈസ്, ഇതിപ്പോൾ ഓൺലൈനാണ് ഞാൻ കാണിച്ചത്, ഓഫ്ലൈനിൽ ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ ഓൺലൈനിലായിട്ടാണെങ്കിൽ ഓരോ GSTN വൈസ് ഉള്ള ഇൻവോയ്സ് ഡീറ്റെയിൽസ് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ 4Aയിൽ ഇങ്ങനെയാണ് ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യേണ്ടത്. നമുക്ക് അടുത്ത ടേബിളിലോട്ട് കിടക്കാം. ഇതിപ്പോൾ നമ്മൾ രജിസ്റ്റേർഡ് സപ്ലയർ അതർ ദാൻ റിവേഴ്സ് ചാർജ് ആണ് നമ്മൾ ടൈപ്പ് ചെയ്തത്. ഇനി നമുക്ക് 4Bയിൽ ഇൻവേർഡ് സപ്ലൈസ്, രജിസ്റ്റേർഡ് സപ്ലയറിന്റെ കയ്യിൽ നിന്നുള്ള ഇൻവേർഡ് സപ്ലൈസ്, റിവേഴ്സ് ചാർജ് ഉള്ളത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മളുടെ GTAയുടെ ഒരു റിവേഴ്സ് ചാർജിന്റെ ഇത് ഉണ്ടായിരുന്നു. റേറ്റ് ഓഫ് ടാക്സ് സെലക്ട് ചെയ്തു, സേവ്. അപ്പൊ ഇതിന് എനിക്ക് ഒരു കാര്യം കൂടെ ഇവിടെ പറയാനുള്ളത്, നമുക്കിവിടെ ഇൻവേർഡ് ഡീറ്റെയിൽസിൽ ഇത് 4A ആണ്. 4Aയിൽ നമ്മളുടെ ആസ് യൂഷ്വൽ റെഗുലറിൽ വരുന്ന പോലെ തന്നെ ഇവിടെ B2B കാണും, B2BA കാണും, CDNR കാണും, CDNRA കാണും. അപ്പൊ ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് നമ്മളുടേതായ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ആനുവൽ റിട്ടേൺ ഫില്ല് ചെയ്യാനായിട്ട്. അതായത് ഇൻവേർഡ് രജിസ്റ്റർ 23-24ന്റെ നമ്മളുടെ ടാലിയോ വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയറിന്റെ ഇതിൽ നിന്നും നമ്മൾ ഈ GSTN വൈസ് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി വെച്ചിട്ട് വേണം, കൃത്യമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് വേണം. പർച്ചേസ് റിട്ടേൺ എന്തെങ്കിലും ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ RCM ഇങ്ങനെ ഡീറ്റെയിൽ എല്ലാം നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി വെച്ചിട്ട് ചെയ്താൽ വർഷങ്ങൾക്ക് ശേഷം എന്ത് നോട്ടീസ് വന്നാൽ നമുക്ക് ഇത് ചെക്ക് ഔട്ട് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ RWAYS ഈ ഒരു കേരള റോഡ്വേസിന്റെ ഇത് നമ്മൾ ഫില്ല് ചെയ്തു. ഇതിനെ സംബന്ധിച്ച് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മളുടെ 4Aയിൽ നമുക്ക് ഡാഷ്ബോർഡിൽ 4A ഈ റിവേഴ്സ് ചാർജ് ചിലപ്പോൾ നമ്മളുടെ 4Aയിൽ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവില്ല. ഓരോ ക്വാർട്ടർ വൈസിൽ നമുക്ക് നോക്കുമ്പോൾ റിവേഴ്സ് ചാർജ് ഉള്ളത് വല്ലതും ആണോ നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരില്ല. അങ്ങനെ കാണിക്കാത്ത റിവേഴ്സ് ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ആനുവൽ റിട്ടേൺ വഴി തന്നെ നമുക്കിത് കാണിക്കാവുന്നതാണ്. ഇവിടെ ഇപ്പൊ നമ്മൾ ഇത് നോക്കുവാണെങ്കിൽ ഇവിടെ സപ്ലൈ അട്രാക്ട് റിവേഴ്സ് ചാർജ് എന്ന് കാണും. ഇൻവോയ്സ് ടൈപ്പ് സപ്ലൈ അട്രാക്ട് റിവേഴ്സ് ചാർജ് എന്ന് കാണും. അപ്പൊ അങ്ങനെയുള്ള റിവേഴ്സ് ചാർജ് ആയിട്ട് രജിസ്റ്റേർഡ് ഡീലറിന്റെ തന്നെ റിവേഴ്സ് ചാർജ് ആയിട്ടുള്ളത് നമ്മൾ ആ ഒരു ക്വാർട്ടർലി റിട്ടേണിൽ ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആനുവൽ റിട്ടേൺ വഴി ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ 4Aയുടെ ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ കാണിച്ചു, ഈ റിവേഴ്സ് ചാർജിന്റെ കാര്യം കാണിച്ചു, ഇത് എങ്ങനെയാണ് നമ്മൾക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചെയ്യാം എന്നുള്ള രീതി കാണിച്ചു. അപ്പോൾ നമ്മൾ 4A ഫില്ല് ചെയ്തു, 4B ഫില്ല് ചെയ്തു. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. അടുത്ത നമ്മൾ 4Cയിൽ, അതായത് ഇൻവേർഡ് സപ്ലൈസ് ഫ്രം അൺരജിസ്റ്റേർഡ് സപ്ലയർ, ആ അൺരജിസ്റ്റേർഡ് സപ്ലയറിൽ നിന്നും
നമ്മൾ എന്തെങ്കിലും സാധനം മേടിച്ചിട്ടുണ്ട്, അത് RCM ആണെങ്കിൽ ഇവിടെ നമ്മൾ ടിക്ക് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഗുഡ്സ് മേടിച്ചതാണ്, RCM അല്ലാത്ത അൺരജിസ്റ്റേർഡ് പർച്ചേസിൽ ഇൻവേർഡ് ആണെങ്കിൽ നമ്മൾ ആ സപ്ലയറുടെ പാൻ അടിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ട്രേഡ് നെയിമും അടിച്ചു കൊടുക്കണം. ഇപ്പൊ പാൻ ഇല്ലെങ്കിലും അത് സേവ് ആകുന്നുണ്ട്. അപ്പൊ ഇപ്പോൾ സപ്പോസ് ഞാനൊരു ട്രേഡ് നെയിമിന് ABC ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് അടിക്കുന്നു. ഇവിടെ ഒരു 50,000 rupees കാണിക്കുന്നു, സേവ് കൊടുക്കുന്നു. അപ്പൊ അത് സേവ് ആയി. അത് നമ്മളിവിടെ 4A ഫില്ല് ചെയ്തു, രജിസ്റ്റേർഡ് സപ്ലയറിന്റെ ഫില്ല് ചെയ്തു, രജിസ്റ്റേർഡ് സപ്ലയറിന്റെ തന്നെ റിവേഴ്സ് ചാർജ് ഉള്ളത് ഫില്ല് ചെയ്തു, അൺരജിസ്റ്റേർഡ് സപ്ലയറുടെ ഫില്ല് ചെയ്തു. ഇനി ഇമ്പോർട്ട് ഓഫ് സർവീസ്, ഇമ്പോർട്ടിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യാവുന്നതാണ്. അതും ആസ് യൂഷ്വൽ ഇവിടെ ആഡ് ഡീറ്റെയിൽ കൊടുക്കുക. ഇപ്പോൾ ഈ പർട്ടിക്കുലർ ഡീലർക്ക് ഇല്ല, ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഞാനത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഇമ്പോർട്ടന്റ് 50,000 അത് IGST-ലോട്ടാണ് പോകുന്നത്. ഇവിടെ സേവ് കൊടുക്കുക. അപ്പൊ നമ്മൾ ആ ടേബിളും ഫില്ല് ചെയ്തു. 4A ഫില്ല് ചെയ്തു, 4B ഫില്ല് ചെയ്തു, 4C ഫില്ല് ചെയ്തു, 4D. അപ്പൊ പർച്ചേസ് സംബന്ധിച്ച എല്ലാ ഡീറ്റെയിലും നമ്മൾ ഫില്ല് ചെയ്തു. അപ്പൊ പർച്ചേസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചതുപോലെ തന്നെ 4A ചെക്ക് ചെയ്യേണ്ടതാണ്. അതിൽ B2B അമെൻമെന്റ്സ് ഉണ്ടോ, CDNR ഉണ്ടോ, CDNRA ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. കാരണം ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, പലർക്കും സംശയം വരുന്നത് ഈ B2Bയിൽ വരുന്ന ഗ്രോസ് ആണോ നെറ്റ് ആണോ നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടത് എന്നാണ് മിക്കവർക്കും സംശയം വരുന്നത്. അപ്പൊ ഗ്രോസ് അല്ല നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടത്, ഈ ക്രെഡിറ്റ് നോട്ട്സ് പോയിട്ടുള്ള നെറ്റ് ആണ് നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ അമെൻമെന്റ്സ് ഉണ്ടെങ്കിൽ അമെൻമെന്റ്സ് കഴിഞ്ഞുള്ള, ഇൻവോയ്സ് വാല്യൂ കൂടിയതാണ്, അമെൻമെന്റ്സ് വഴി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുറഞ്ഞ കറക്റ്റ് ഡീറ്റെയിൽ ആണ് നമ്മളിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഈ 4Aയിൽ വന്നിരിക്കുന്ന ഈ വാല്യൂസ് എല്ലാം തന്നെ ഈ പർച്ചേസ് റിട്ടേൺ പോയിട്ടുള്ള നെറ്റ് ഫിഗർ ആണ് ഇവിടെ എല്ലാം നമ്മൾ കൊടുക്കേണ്ടത്. അമെൻമെന്റ്സ് ഉണ്ടെങ്കിൽ അത് പോയിട്ട് കറക്റ്റ് ഫിഗർ നെറ്റ് ആണ്, അല്ല പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ് നോട്ട്സ് ഒക്കെ ആണെങ്കിൽ നെറ്റ് ആണ് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ പർച്ചേസ് ഇൻവേർഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കഴിഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. രജിസ്റ്റേർഡ് ഡീലറിന്റെ നമ്മൾ പറഞ്ഞു, അൺരജിസ്റ്റേർഡ് ഡീലറിന്റെ പറഞ്ഞു, ഇമ്പോർട്ടിന്റെ പറഞ്ഞു, റിവേഴ്സ് ചാർജിന്റെ പറഞ്ഞു, നെറ്റ് ആണ് ഡിക്ലെയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അമെൻമെന്റ്സ് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള കറക്റ്റ് വാല്യൂ, എന്താണോ അമെൻഡ് ചെയ്തത് അത് കഴിഞ്ഞുള്ള കറക്റ്റ് വാല്യൂ ആണ് ഡിക്ലെയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. നമ്മൾ 4Aയിൽ RCM വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അത് ടൈപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞു. നേരത്തെ കാണിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത നമ്മൾ 5ാമത്തെ ടേബിളിലോട്ട് കടക്കുവാണ്. ഈ 5ാമത്തെ ടേബിൾ നമ്മൾ 4 ക്വാർട്ടറിൽ എന്താണോ നമ്മൾ CMP 08 വഴി നൽകിയത് അത് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരുന്ന ടേബിളാണ്. അതിൽ സംശയം വരാനായിട്ട് വഴിയില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേബിളാണ് ടേബിൾ 6. ഈ ടേബിള് പലരും ഫില്ല് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ നെഗറ്റീവ് ലയബിലിറ്റി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ടേബിള് കൃത്യമായും ഫില്ല് ചെയ്യുക. അപ്പൊ ഇതിലെ റേറ്റ് ഓഫ് ടാക്സ് ആദ്യം നമുക്ക് പഠിക്കാം. 0 റേറ്റ്. ഇപ്പൊ 0 റേറ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടെ ടൈപ്പ് ചെയ്ത്, എക്സംപ്റ്റഡ് ഉണ്ടെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്ത് വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 1%, അത് മെജോറിറ്റിയും ട്രേഡ് കോമ്പോസിഷൻകാർക്ക് എക്സംപ്റ്റഡും കാണും. ഇപ്പൊ സൂപ്പർ മാർക്കറ്റോ മാർജിൻ ഫ്രീ ഷോപ്പ് പ്രൊവിഷൻ സ്റ്റോറിനൊക്കെ എക്സംപ്റ്റഡ് ഗുഡ്സും കാണും, ടാക്സബിൾ ഗുഡ്സും കാണും. അപ്പൊ എക്സംപ്റ്റഡ് വാല്യൂ ഇവിടെ 0യിൽ നൽകാവുന്നതാണ്, ടാക്സബിൾ വാല്യൂ 1%ൽ നൽകാവുന്നതാണ്. മാനുഫാക്ചേഴ്സിന്റെ ഡീറ്റെയിൽസ് 2% ഉള്ളവർക്ക് ഇവിടെ കൊടുക്കാം. ഈ 5% റെസ്റ്റോറന്റുകാർക്കുള്ളതാണ്, 6% സർവീസ് കോമ്പോസിഷൻ ഉള്ളതാണ്. 5ഉം 6ഉം സർവീസിനെ സംബന്ധിക്കുന്നതാണ്. 6% സർവീസ് കോമ്പോസിഷൻ, 5% റെസ്റ്റോറന്റുകാർക്ക്, 2% മാനുഫാക്ചർ, 1% 0%ഉം ട്രേഡ് കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്തവർക്ക്. ഇതാണ് ഈ ഒരു റേറ്റ് ഓഫ് ടാക്സിന്റെ ഷെഡ്യൂൾ. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ 6%, അതായത് 50 ലക്ഷത്തിന് താഴെയുള്ള സർവീസ് കോമ്പോസിഷൻ പിന്നെ സെലക്ട് ചെയ്തവർക്കാണ്. അപ്പോൾ 5%ലും 6%ലും നമ്മൾ പിന്നെ എക്സംപ്റ്റഡ് ടേൺ ഓവർ അല്ല, അവിടെ ടോട്ടൽ ടേൺ ഓവറിനാണ് നമ്മൾ ടാക്സ് കാണിക്കേണ്ടത്.
ഇപ്പൊ 5% കോമ്പോസിഷൻ റെസ്റ്റോറന്റ് ഓപ്റ്റ് ചെയ്താൽ സ്വിഗ്ഗി പോലെയുള്ള നമുക്ക് കുറയ്ക്കാൻ സാധിക്കില്ല. അവിടെ ടോട്ടൽ ടേൺ ഓവർ ആണ് കാണിക്കേണ്ടത്. അതുപോലെ ഇവിടെ സർവീസ് കോമ്പോസിഷനിലും അവിടെ എക്സംപ്റ്റഡ് ആയിട്ടൊന്നും കാണിക്കാൻ പറ്റില്ല. ടോട്ടൽ ടേൺ ഓവറിനാണ് നമ്മൾ ടാക്സ് നൽകേണ്ടത്. എന്നാൽ ട്രേഡ് കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്തവർക്ക് 1% ടാക്സബിൾ ടേൺ ഓവറിനെയാണ് ടാക്സ് കൊടുക്കേണ്ടത്. അവിടെ എക്സംപ്റ്റഡ് ടേൺ ഓവർ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കാവുന്നതാണ്. അപ്പൊ ഈ പർട്ടിക്കുലർ ഡീല് പിന്നെ ട്രേഡ് ആണ്. അപ്പൊ ടാക്സബിൾ ടേൺ ഓവർ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടാക്സ് റേറ്റ് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഓരോ ഹെഡിലും ഉള്ളവർ അതാത് ഹെഡിൽ, കാരണം ഇത് നമ്മളുടെ P&L മാച്ച് ചെയ്യണം. നമ്മുടെ ടോട്ടൽ ടേൺ ഓവറും നമ്മുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഒക്കെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യേണ്ടത് ഇവിടെയാണ് നമ്മളത് കറക്റ്റായിട്ട് റേറ്റ് ഓഫ് ടാക്സ് വഴി കാണിക്കേണ്ടത്. അപ്പോൾ ഓരോ ടേബിളും കൃത്യമായി ഓരോ ടാക്സ് പെർസെൻറ്റേജ് നേർക്കും കൃത്യമായി തന്നെ കാണിക്കുക. 0% കാണിക്കുക, 1% കാണിക്കുക, 2% ഉണ്ടെങ്കിൽ അത് കാണിക്കുക, 5% കാണിക്കുക, 6% സർവീസ് കോമ്പോസിഷൻ കാര്യം കാണിക്കുക. എക്സംപ്റ്റഡ് കാണിക്കുന്നതിന്റെ കാര്യം കൃത്യമായും മനസ്സിലാക്കുക. അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഔട്ട്വേർഡ് ഡീറ്റെയിൽസ് ഇവിടെ നമ്മൾ കാണിക്കേണ്ടത്. ഇനി ഇവിടെ ഇൻവേർഡ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചു നോക്കേണ്ടത് ടാക്സ് റേറ്റ് വൈസ് ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ് നമ്മൾ കണ്ടു. ഇൻവേർഡ് സപ്ലൈസ് അട്രാക്ടിങ് റിവേഴ്സ് ചാർജ് ഉള്ളത് മാത്രമാണ് ഇവിടെ ഡിസ്പ്ലേ ആകുന്നത്. അതായത് 4B 4C 4D 4B 4C 4D മാത്രം നമ്മൾ ടൈപ്പ് ചെയ്താൽ മാത്രമാണ് ഈ ഒരു ടേബിൾ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരുന്നത്. ഇതില്ലാത്തവർക്ക് ഈ ടേബിൾ വരില്ല. ഇത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തത് 6 ടേബിളില് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരും. 4BCD ഇത് മാത്രമാണ് ഇവിടെ വരുന്നത്. ഇൻവേർഡ് ഡീറ്റെയിൽസിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത 4Bയിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തത് ഇവിടെ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് ഈ ഒരു ടേബിളിൽ വരും. ഔട്ട്വേർഡ് നമ്മൾ ചെയ്തു, ഇൻവേർഡും ചെയ്തു. 6 ടേബിൾ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി TDS ഡീറ്റെയിൽ, ഇത് നമ്മൾ ഓട്ടോ ജനറേറ്റ് ആയിട്ട് വരുന്നതാണ്. അതായത് ഈ കോമേഴ്സ് ഓപ്പറേറ്ററുടേതും അങ്ങനെയുള്ള ഡീറ്റെയിൽ TDS TCS ഡീറ്റെയിൽ ഓട്ടോ ഫിൽഡ് ആയിട്ട് വരുന്ന ടേബിളാണ്. അത് മെജോറിറ്റി ആൾക്കാർക്കും കാണില്ല, അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ അത് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഇത്രയും ടേബിൾസും നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. 4Aയും 4Bയും 4C 4D 5 ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരുന്നു. 6 നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തു. 7 TDS TCS ആണ്, അത് നമുക്ക് ഇല്ല. അപ്പൊ ഇനി നമ്മൾ എല്ലാ ടേബിളും ഫില്ല് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് കമ്പ്യൂട്ട് ലയബിലിറ്റീസ് കൊടുക്കാം. നമ്മൾ ഫില്ല് ചെയ്ത ഡീറ്റെയിൽ ഫൈനാൻഷ്യൽ ഇയർ, GSTN, ആളുടെ പേര്, നമ്മുടെ പ്രീവിയസ് ടേൺ ഓവർ, ഇൻവേർഡ് സപ്ലൈസ് നമ്മൾ ചെയ്ത ഇൻവേർഡ് സപ്ലൈസ് വന്നിട്ടുണ്ട്. അതുപോലെ ഇൻവേർഡ് സപ്ലൈസ് റിസീവ്ഡ് ഫ്രം എ രജിസ്റ്റേർഡ് സപ്ലയർ അട്രാക്ടിങ് റിവേഴ്സ് ചാർജ് ഉള്ളത് വന്നിട്ടുണ്ട്. നമ്മൾ ഇൻവേർഡ് സപ്ലൈസ് റിസീവ്ഡ് ഫ്രം ആൻ അൺരജിസ്റ്റേർഡ് അൺരജിസ്റ്റേർഡ് ഡീലറിന്റെ നിന്ന് മേടിച്ചത് വന്നിട്ടുണ്ട്. ഇമ്പോർട്ട് സർവീസിന്റെ വന്നിട്ടുണ്ട്. നമ്മളുടെ സമ്മറി ഓഫ് സെൽഫ് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് നമ്മളുടെ ഔട്ട്വേർഡ് ഡീറ്റെയിൽ വന്നിട്ടുണ്ട്. ടേബിൾ 6 നമ്മൾ കൃത്യമായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്തു. ഔട്ട്വേർഡ് ഫില്ല് ചെയ്തു, ഇൻവേർഡ് ഫില്ല് ചെയ്തു. ഇവിടെ നമ്മൾ CMP 08 വഴി ഡിക്ലെയർ ചെയ്ത ടാക്സ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഇൻവേർഡ് സപ്ലൈസ് അട്രാക്ടിങ് റിവേഴ്സ് ചാർജ് ലയബിലിറ്റി
CMP 08 സമയത്ത് പേ ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴാണ് അത് നമ്മൾ പേ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ കൊടുത്ത എല്ലാ ഡീറ്റെയിലും ഇവിടെ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് ഈ ഒരു GSTR 4-ൽ വന്നു. നമുക്കിനി ആകെ ബാക്കിയുള്ളത് ഈ ഒരു പേയ്മെന്റ് മാത്രമാണ്. ഇവിടെ ലെഡ്ജറിലൊന്നുമില്ല. ഇവിടെ നമുക്ക് ലാസ്റ്റ് നോക്കിയാൽ അറിയാം ആ ഒരു പേയ്മെന്റ് മാത്രമാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പൊ അതിന് നമുക്കിവിടെ ഇൻട്രസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിങ്ങനെ ഇൻട്രസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ ക്രിയേറ്റ് ചെല്ലാൻ വരും. നമുക്ക് ആ ക്രിയേറ്റ് ചെല്ലാൻ വഴി തന്നെ നമുക്കിത് അടയ്ക്കാവുന്നതാണ്. അപ്പോൾ ആ ടാക്സ് ലയബിലിറ്റിയും കൂടെ അടച്ചു കഴിയുമ്പോൾ നമ്മളുടെ എല്ലാ ഡീറ്റെയിലും ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ടാക്സ് പേയ്മെന്റും കഴിഞ്ഞിട്ട് നമുക്ക് EVC എടുത്താൽ മാത്രം മതിയാകും. ടാക്സ് പേയ്മെന്റ് ചെയ്തിട്ട് ഫയൽ GSTR 4 കൊടുക്കുമ്പോൾ നമുക്ക് EVC എടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ GSTR 4 ആനുവൽ റിട്ടേൺ. ഈ 7 ടേബിളുള്ള വളരെ ചെറിയ ഒരു ആനുവൽ റിട്ടേൺ ആണെങ്കിൽ തന്നെയും ഇത് ചെറിയ കാര്യമാണെങ്കിലും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം നമ്മുടെ റെഗുലർ ഡീലറുടേത് പോലെ നവംബർ 30 വരെയുള്ള ഒരു സമയമൊന്നും നമുക്കില്ല. ലാസ്റ്റ് ക്വാർട്ടർ ഫില്ല് ചെയ്ത് നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞ് ജനുവരി, ഫെബ്രുവരി, മാർച്ചിന്റെ ഫയൽ ചെയ്ത് കഴിഞ്ഞ ഉടനെ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ ആനുവൽ റിട്ടേൺ നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു ചാൻസ്, ഇപ്പൊ പർച്ചേസ് മാർച്ച് വരെയുള്ള പർച്ചേസ് നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് ഇനി മറ്റൊരു ചാൻസ് ഇല്ല. അതുകൊണ്ട് ഇൻവേർഡ് ഡീറ്റെയിൽസ് എല്ലാവരും മാർച്ച് വരെ നമ്മളുടെ ഫോറയിൽ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വന്നത് കൃത്യമായും കാണിക്കുക. ഇപ്പൊ ഇതിനകത്ത് വേറൊരു ചാൻസ് ഉള്ളത്, മറ്റ് ഡീലർ റെഗുലർ ഡീലറുടെ നിന്ന് മേടിച്ചതാണെങ്കിൽ അവർ നവംബർ 30-നുള്ളിൽ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വന്നാലും അത് നെക്സ്റ്റ് വർഷത്തേക്ക് നമുക്ക് അക്കൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ മാർച്ച് വരെ ഉള്ളത് നമുക്ക് ഈ ഒരു ആനുവൽ റിട്ടേണിൽ തന്നെ പർച്ചേസ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു 4A മിസ്മാച്ച് വരുന്നതാണ്. പിന്നെ ഇതിൽ കുറച്ച് സംശയങ്ങൾ നമുക്ക് തോന്നാവുന്നത്, കോമ്പോസിഷൻ ഡീലറുടെ കയ്യിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ നമുക്ക് ഒരു ഇയാള് രണ്ടുപേരും 2 ഡീലേഴ്സും കോമ്പോസിഷൻകാരാണെങ്കിൽ അവിടെ നമുക്ക് ആ ഒരു വാല്യൂ മാത്രം ഇൻവേർഡ് സപ്ലൈസിലെ വാല്യൂ മാത്രം കാണിച്ചു കൊടുത്താൽ മതി. കാരണം ഇവിടെ ആ ഡീറ്റെയിൽ വരില്ലല്ലോ, ടാക്സ് ഡീറ്റെയിൽ വരില്ല. അയാളും രജിസ്റ്റേർഡ് ഡീലർ തന്നെയാണ്. നമ്മൾ GST നമ്പർ മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. GST നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് GST നമ്പർ ടൈപ്പ് ചെയ്തെടുത്തിട്ട് വാല്യൂ മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവിടെ ടാക്സ് വരില്ല. കോമ്പോസിഷൻ ഡീലറുടേതാണെങ്കിൽ മാത്രമേ അതിനകത്ത് നമുക്ക് ആ ഒരു ഇത് സേവ് ആവത്തുള്ളൂ. അതുകൊണ്ടാണ് എനിക്കത് അവിടെ ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കാത്തത്. കോമ്പോസിഷൻ ഡീലറുടെ കയ്യിൽ നിന്നുള്ള പർച്ചേസ് അങ്ങനെ തന്നെ രജിസ്റ്റേർഡ് ഡീലറിന്റെ ഹെഡിൽ തന്നെ നമ്മൾ കാണിക്കുക. 4Aയിലോ 4Bയിലോ ഏതാണോ അതിനകത്ത് വരുന്നത് ആ 2 ടേബിളിലായിട്ട് നമ്മൾ കോമ്പോസിഷൻ ഡീലറുടെ കയ്യിൽ നിന്നുള്ള പർച്ചേസ് ഡിക്ലെയർ ചെയ്യേണ്ടതാണ്. പിന്നെ നമുക്ക് സെയിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും DRC വഴി പിന്നീട് ചെയ്യാൻ പറ്റും. പക്ഷെ പർച്ചേസ് ഇൻവേർഡ് ഡീറ്റെയിൽസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചെയ്യാനായിട്ട് ഒരു സാധ്യതയില്ല. നമുക്ക് ആ ഒരു ചാൻസ് കിട്ടില്ല. മാർച്ച് വരെയുള്ള ഡീറ്റെയിൽ എല്ലാം ഇപ്പൊ തന്നെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ്. RCM ലയബിലിറ്റി കൃത്യമായും നേരത്തെ കാണിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ഇത് കൊടുക്കാം. ഇപ്പൊ തന്നെ നമുക്ക് വിട്ടുപോയ ഡീറ്റെയിൽസ് കാണിച്ച് 4Bയിൽ കാണിച്ച് ടാക്സ് അടച്ച് ഫയൽ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ടേൺ ഓവർ ലിമിറ്റ് ആണ്. അതായത്
1.5 കോടി വരെയുള്ളവർക്ക് മാത്രമാണ് കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുക. ട്രേഡ് കോമ്പോസിഷൻ ആണെങ്കിൽ, സർവീസ് കോമ്പോസിഷൻ ആണെങ്കിൽ 50 ലക്ഷം വരെ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ടേൺ ഓവർ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മളുടെ ടേൺ ഓവർ അത് കവിഞ്ഞു പോയിട്ടില്ല, 1.5 കോടിക്ക് മുകളിലോട്ട് പോയിട്ടില്ല, സർവീസ് ആണെങ്കിൽ 50 ലക്ഷം ലിമിറ്റ് കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. അതാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ പകുതിക്ക് വെച്ച് കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്തവര് അവരും ഈ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. കാരണം പകുതി റെഗുലറും പകുതി കോമ്പോസിഷൻ ആണെങ്കിലും ഈ ഒരു പകുതി കോമ്പോസിഷൻ ആയിട്ട് റെഗുലർ സെലക്ട് ചെയ്തവരുണ്ടാവാം. അവരും ഈ ഒരു ആനുവൽ റിട്ടേൺ അവർ ഏത് പീരീഡ് വരെയാണോ കോമ്പോസിഷൻ ആയിരുന്നത് ആ പീരീഡിലെ ഡാറ്റ വെച്ചിട്ട് തന്നെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. പ്രധാന കാര്യം, പലതരം പർച്ചേസുകൾ നമുക്ക് കാണും. റീസെയിൽ ഉള്ളത്, ക്യാപിറ്റൽ ഗുഡ്സ്, ബാങ്ക് ITC, ബിസിനസ് എക്സ്പെൻഡിച്ചർ, അങ്ങനെ പല രീതിയിലുള്ള പർച്ചേസ് കാണും. അത് മൊത്തമായും തന്നെ ടോട്ടൽ ഇൻവേർഡ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു ആനുവൽ റിട്ടേണിൽ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. നമ്മൾ അതിൽ നിന്ന് ക്യാപിറ്റൽ ഗുഡ്സോ റീസെയിൽ ഇല്ലാത്ത ബിസിനസ് എക്സ്പെൻഡിച്ചറോ കുറയ്ക്കേണ്ട ആവശ്യമില്ല. ടോട്ടൽ ഇൻവേർഡ് ഡീറ്റെയിൽസ് തന്നെ നമ്മൾ ഈ ഒരു GSTR4 ഡിക്ലെയർ ചെയ്യുക. അപ്പം നേരത്തെ പറഞ്ഞ 4A ഇവിടെ പലതരം പർച്ചേസുകൾ വന്ന് കിടക്കുന്നുണ്ടാവും. എന്നാലും നമ്മൾ ടോട്ടൽ തന്നെയാണ് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. ടോട്ടൽ മീൻസ് മൈനസ് ക്രെഡിറ്റ് നോട്ട്. ക്രെഡിറ്റ് നോട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയിട്ടുള്ള നെറ്റ് ഇൻവേർഡ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇവിടെ നമ്മൾ GSTR4 ഡിക്ലെയർ ചെയ്യേണ്ടതാണ്. ഇതുകൂടി ഒന്ന് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു GSTR4 ഫയലിംഗുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ ഒരു പ്രാക്ടിക്കൽ സെക്ഷൻ ടേബിൾ വൈസ് നമ്മളിവിടെ എല്ലാം ഡിസ്കസ് ചെയ്തു. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇത് ഓരോ ടേബിളും കൃത്യമായി തന്നെ മനസ്സിലാക്കി നിങ്ങൾ ഫില്ല് ചെയ്യുക. ഞാൻ ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റിന്റെ കാര്യവും പറഞ്ഞു. കാരണം നമ്മളൊരു സെയിൽസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കേണ്ടതാണ്. നമ്മുടെ ഔട്ട്വേർഡ് ഡീറ്റെയിൽസിൽ അവിടെയും നമ്മൾ നെറ്റ് ആണ് ഡിക്ലെയർ ചെയ്യേണ്ടത്. ഔട്ട്വേർഡ് ഡീറ്റെയിൽസിലും ക്രെഡിറ്റ് നോട്ട്സോ ഡെബിറ്റ് നോട്ട്സോ ഒന്നും ഈ പർട്ടിക്കുലർ ക്ലയന്റിനില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെയും നെറ്റ് ആണ്, ഇൻവേർഡും ഔട്ട്വേർഡും നെറ്റ് ആണ് നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടത്. പർച്ചേസ് ഡീറ്റെയിൽസിന് നമ്മൾ സെപ്പറേറ്റ് ഒരു ഇത് വെക്കണം. സെയിൽസ് സ്റ്റേറ്റ്മെന്റിന് ഒരു സ്റ്റേറ്റ്മെന്റ് വെക്കണം. 4A കൃത്യമായി ചെക്ക് ചെയ്യുക, RCM ലയബിലിറ്റിയോ ക്രെഡിറ്റ് നോട്ട്സോ എന്തെങ്കിലും ഉണ്ടോന്ന്. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് കൃത്യമായും നമ്മളുടെ ആനുവൽ റിട്ടേൺ എല്ലാവരും ഫയൽ ചെയ്യേണ്ടതാണ്. എല്ലാവർക്കും കൃത്യമായിട്ട് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണെന്ന് കരുതുന്നു. എല്ലാവരും തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുകൂടി ഈ ഒരു അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. കാരണം എല്ലാവരും വ്യൂ ചെയ്യുന്നേ ഉള്ളൂ, സബ്സ്ക്രിപ്ഷൻ എല്ലാവരും ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു ഇമ്പോർട്ടന്റ് വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ വരുന്നതാണ്. ഇത് കൃത്യമായി നിങ്ങൾക്ക് ഫയൽ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഒന്നുകൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.